എനിക്കറിയാം നിങ്ങളിൽ പലരും എല്ലാ ദിവസവും തന്നെ കണക്ഷൻ പോകാതെ ഓരോ ദിവസവും കിട്ടുന്ന എപ്പിസോഡ് അത് ഏറ്റെടുത്ത് അതിലൂടെ ആത്മീയമായിട്ട് വളരാൻ പരിശ്രമിക്കുന്നവരാണ്. ആ ഒരു പ്രയത്നം കണ്ടിന്യൂ ചെയ്യുക, അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പടിപടിയായിട്ട് ഓരോ ദിവസവും ഓരോ എപ്പിസോഡിലൂടെ വളരാൻ പറ്റും. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം, വിശുദ്ധ കുർബാനയുടെ സമയത്ത് കരയാത്തവർ കുരിശും സഹനവും വരുമ്പോൾ കരയാമോ? യഥാർത്ഥത്തിൽ നമ്മൾ കരയേണ്ടത് എപ്പോഴാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പല വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുർബാനയിൽ കരയാത്തവർക്ക് കുരിശ് വരുമ്പം കരയാൻ അവകാശമില്ല. കാരണം കർത്താവ് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് വിശുദ്ധ കുർബാനയിലൂടെ, രണ്ട് സഹനത്തിലൂടെ. ഈ രണ്ട് വഴികളിലൂടെയാണ് കർത്താവ് തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുക. എനിക്കറിയാവുന്ന പല വ്യക്തികളുണ്ട്, പ്രത്യേകിച്ച് പല സ്ത്രീകൾ. അവരൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കരയുന്നവരാണ്. അവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന കരച്ചിലൊന്നുമല്ല, ഞാൻ അറിയാതെ കരഞ്ഞു പോകും. പല കാര്യങ്ങളെക്കുറിച്ച് ബലിയുടെ സമയത്ത് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവം എത്രമാത്രം എന്നെ കരുതുന്നു താങ്ങുന്നു എന്ന് ഓർക്കുമ്പോൾ, ഈ ബലിയിൽ ദൈവം എന്താണ് എനിക്ക് തരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകുന്നു. വേറെ ചിലരെ കാണിച്ചായിരിക്കും ബാലിഷമായിട്ട് ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ പ്രതികരിക്കുന്നവരും. വേണേ ഒരു അല്പം സ്വർണം നഷ്ടമായി, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒരു കമൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ചെറിയൊരു രോഗം വന്നു, ചെറിയൊരു വേദന വന്നു, വാമിട്ട് കരയുന്ന വ്യക്തികളുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇമോഷൻ പുറത്തേക്ക് വരുന്ന വ്യക്തികളെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ കരയേണ്ടത് എപ്പോഴാണ്, എന്തിനെ പ്രതിയാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹനം വരുമ്പോഴല്ല. കാരണം മത്തായി 5:11-12 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ അതെന്തൊരു സഹനമാണ്! അത് എത്രയോ വലിയൊരു കുരിശാണ്. അത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആനന്ദിച്ച് ആഹ്ലാദിക്കുക. കരയാനല്ല പറഞ്ഞത്, ചിരിക്കാൻ, ആനന്ദിച്ച് ആഹ്ലാദിക്കുക. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ രണ്ട് കാര്യങ്ങൾ, എവിടെയാണ് ദൈവം തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരിക? ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്തോസ് 9:15 വായിച്ചാൽ, അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ദാനം, അതാണ് വിശുദ്ധ കുർബാന. അതിന് നന്ദി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മദർ തെരേസ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, കണ്ടാലും ദൈവസ്നേഹം. ദൈവത്തിന് നമ്മോട് അന്നുണ്ടായിരുന്ന സ്നേഹം കുരിശിൽ കാണാൻ പറ്റും. ദൈവത്തിന് നമ്മോട് ഇന്നുള്ള സ്നേഹം വിശുദ്ധ കുർബാനയിൽ കാണാൻ പറ്റും. കുരിശ് രൂപത്തിലേക്ക് നോക്കി അന്നത്തെ സ്നേഹം തിരിച്ചറിയുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇന്നത്തെ സ്നേഹം രുചിച്ചറിയുക. ഇതാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സഹനം. സഹനത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. അതല്ലാതെ ദൈവം നമ്മെ കൈവിട്ടു എന്നതല്ല. പ്രഭാഷകൻ 2-ാം അധ്യായം 5-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ശുദ്ധീകരിക്കുന്നത്, സഹനത്തിൻ്റെ തീച്ചൂളയിൽ ശുദ്ധീകരിക്കുന്നത് തനിക്ക് സ്വീകാര്യരായവരെയാണ്, താൻ സ്നേഹിക്കുന്നവരെയാണ്, താൻ വിലമതിക്കുന്ന വ്യക്തികളെയാണ് ശുദ്ധീകരിച്ച് കൂടെ നിർത്തുന്നത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഹെബ്രായ ലേഖനം 12:7 മുതൽ വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്, വെട്ടിയൊരുക്കുന്നത് നിങ്ങളെ എൻ്റെ സ്വന്തം മക്കളാക്കാൻ വേണ്ടിയാണ്, ജാരസന്തതികളാകാതിരിക്കാൻ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. സങ്കീർത്തനം 119 71-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുരിതം എനിക്ക് ഉപകാരമായി. ദുരിതം കർത്താവിൻ്റെ ഒരു തിരസ്കരണത്തിൻ്റെ ഒരു അടയാളമായിട്ടല്ല സങ്കീർത്തകൻ എടുത്തത്. ദുരിതം എനിക്ക് ഉപകാരമായി. കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിക്കാൻ അതെന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 20:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മുറിപ്പെടുത്തുന്ന താഠന ദുശീലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മെ സഹായിക്കും. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധീകരിക്കും. സഹനം ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമല്ലേ? അപ്പോൾ ആ സഹനത്തിൻ്റെ മുമ്പിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്, ആനന്ദ കണ്ണീര് പൊടിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതോടൊപ്പം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്? ഈ കണ്ണീര് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ
ഒരു ദാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പ്രാർത്ഥനയിൽ കരയാൻ സാധിക്കുന്നത് ജോയൽ 2:12 മുതൽ വായിച്ചാൽ നിരന്തരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവിൻ എന്ന് പ്രവാചകൻ അവിടെ പറയുന്നത് കാണാൻ പറ്റും. ജെറമ്യ 14:17 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീർ രാപകൽ ഒഴുകട്ടെ. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശുദ്ധർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിൻ്റെ സൂചന. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ സമയത്തും വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ നമ്മൾ കരയുന്നത്, ആ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് നമുക്കുണ്ടാകുന്നത്. മറ്റൊന്ന്, ആത്മീയ ഉണർവിൻ്റെയും കൃപയുടെയും ഒരു ബാഹ്യ അടയാളമാണ് ഈ കണ്ണീരൊഴുക്കിയുള്ള ആ ഒരു പ്രാർത്ഥന. പാപത്തെക്കുറിച്ച് നമുക്ക് അനുദമിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സൂചനയാണ് ഇതെന്നും വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് നമുക്ക് അലിവ് തോന്നുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. ചില ബലിയർപ്പിക്കുമ്പോൾ വേറെ ചില വ്യക്തികളുടെ അവസ്ഥകളും പ്രയാസങ്ങളൊക്കെ ഓർത്തിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരറിയാതെ തന്നെ കരഞ്ഞു പോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ ദൈവസാന്നിധ്യവും ദൈവസ്നേഹവും അനുഭവിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടും ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്, കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥനയെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.